Hi friends, welcome to Commerce Bites. I hope you people are all doing well. So, ഒരു കുട്ടി നോട്ട് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തോട്ടെ. എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ചധികം മെയിൽസ് എനിക്ക് നമ്മളുടെ ഒഫീഷ്യൽ മെയിൽ അഡ്രസ്സിലേക്ക് റിസീവ് ചെയ്യുന്നുണ്ട്. പറ്റുന്ന പോലെ ഞാൻ എല്ലാ കുട്ടികൾക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഈവൻ ഇഫ് ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളൊരു ഒരേ ഒരു കാര്യം ഇതാണ്: നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ മനസ്സുകൊണ്ട് റെഡിയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ക്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു പ്രൊഡക്റ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അതിനെല്ലാം നിങ്ങൾക്ക് വേണ്ടത് നല്ല ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സാണ്. അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ കാണാൻ ഞങ്ങൾ വൈകിപ്പോയി. ഞങ്ങൾ കുറേയധികം വേറെ ചാനൽസുകളാണ് കണ്ടത്. അതിലത്ര കണ്ടൻറ്റായിട്ട് തോന്നിയില്ല. പക്ഷേ കൊമേഴ്സ് ബൈറ്റ്സിൽ ഞങ്ങൾ വന്നപ്പോൾ അതിൽ കുറേയധികം കണ്ടൻറ്റ്സ് ഉണ്ട്, കുറേയധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ഡെയിലി ഒരു 5 to 6 hours നിങ്ങൾ ഈ ഒരു കൊമേഴ്സ് ബൈറ്റ്സിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഈ കൊമേഴ്സ് ബൈറ്റ്സ് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 200+ വീഡിയോസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ വീഡിയോസും നിങ്ങൾക്ക് കണ്ടു കഴിയാൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ ഒരു വിശ്വാസം. സോ ഡെയിലി നിങ്ങൾ ആ ഒരു വീഡിയോസ് കണ്ട് പ്ലേലിസ്റ്റ് വൈസ് നിങ്ങൾ വീഡിയോസ് കണ്ട് അതിലെ നോട്ട്സ് 1 by 1 ആയിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഡെയിലി തന്നെ നിങ്ങളത് റിവിഷൻ ചെയ്യാനുള്ളൊരു ടൈമും കൂടെ സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റിവെക്കുക. ഡേ ടു ഡേ പോർഷൻസ് ഡെയിലി തന്നെ നിങ്ങൾ പഠിച്ച് റിവിഷൻ ചെയ്താണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ എഴുതിയ നോട്ട്സ് എല്ലാം നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ കൊമേഴ്സ് ബൈറ്റ്സ് ലേറ്റായി പോയി, അയ്യോ ഞാനിതിന് മുന്നേ ഈ ഒരു കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ വരേണ്ടതായിരുന്നു, ഞാൻ കാണേണ്ടതായിരുന്നു, മാം പറഞ്ഞ പോലെ പ്ലേലിസ്റ്റുകളുണ്ട്, ഇതെല്ലാം കൂടി എനിക്ക് 15 days കാണാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ടെൻഷൻ നിങ്ങൾ മാറ്റി വെച്ചിട്ട്, പക്ഷേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനാണെങ്കിൽ അതിന് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഹാർഡ് വർക്ക് ചെയ്യും. ഈ 15 days ടെൻഷൻ അടിച്ചിരിക്കാതെ ടെൻഷൻ അവിടെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഈ 15 days എനിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റീവ് റിസൾട്ട്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ എപ്പോഴും പറയുന്ന കാര്യമാണ്, കൊമേഴ്സ് ബൈറ്റ്സിൽ നമ്മൾ പ്ലേലിസ്റ്റ് വൈസ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്ലേലിസ്റ്റും നിങ്ങൾ 1 by 1 ആയിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, സോ ഡെയിലി നിങ്ങളിപ്പോൾ ഒരു പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ 2 പ്ലേലിസ്റ്റ് ഡെയിലി നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതല്ലേ. നിങ്ങൾ കംപ്ലീറ്റ് A to Z കാണണം എന്ന് ഞാൻ പറയണില്ല. ആദ്യത്തെ ഫസ്റ്റ് പോർഷൻ ചിലപ്പോൾ ഒരു ഫസ്റ്റ് 2 minutes ചിലപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ആയിരിക്കാം, അത് നിങ്ങൾ ഓടിച്ചു കളഞ്ഞോളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റൈറ്റ് സൈഡിലായിട്ട് 3 dots ഉണ്ട്, അവിടെ 2 into സ്പീഡാക്കാം. അങ്ങനെ സ്പീഡാക്കിക്കോളൂ. അതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏതൊക്കെ പോയിൻറ്റ്സ് ആണ് എന്നുള്ളത് നിങ്ങൾ സ്പീഡ് അടിച്ച് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് കണ്ടോളൂ. ഓക്കെ, അതെല്ലാം അപ് ടു യു എന്നുള്ള ഒരു രീതിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് ഏതാണോ അതെല്ലാം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് മാം പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതെല്ലാം നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. എന്നിട്ട് ഡെയിലി തന്നെ റിവിഷൻ നടത്തുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായി തന്നെ നല്ല റിസൾട്ട് കിട്ടും. പേപ്പർ 1ൻ്റെ കാര്യത്തിൽ ഞാൻ പക്ക പറയാം. ഓക്കെ, ആൻഡ് പേപ്പർ 2 കൊമേഴ്സിന് എനിക്ക് കുറേ അധികം മെയിൽസ് വന്നു, മാം ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാവോ അല്ലെങ്കിൽ ഡെയിലി ടോപ്പ് മിനി സീരീസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാവോ എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം മെയിൽസ് എനിക്ക് വന്നു. നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട്. വിൽ ബി അപ്ലോഡിങ് സൂൺ. ടുമോറോ ഇറ്റ്സെൽഫ് വി വിൽ ബി അപ്ലോഡിങ് 4 to 5 വീഡിയോസ് ഓൺ കൊമേഴ്സ്. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഈ ഒരു 15 daysനുള്ളിൽ തന്നെ നമ്മൾ എല്ലാ പോർഷൻസും കവർ ചെയ്യുന്നതാണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ 50 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 50 ഹോട്ട്സ്പോട്ട് ഏരിയാസ് എല്ലാം നമ്മൾ കൊമേഴ്സിനാണെങ്കിലും അതുപോലെ തന്നെ ജനറൽ പേപ്പറിനാണെങ്കിലും നമ്മൾ കവർ ചെയ്യുന്നതാണ്. സോ നോ വറീസ്, നോ ടെൻഷൻ, ജസ്റ്റ് സ്റ്റിക്ക് ഓൺ ടു our കൊമേഴ്സ് ബൈറ്റ്സ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. So now we are going to part 7 of question paper discussion, which was conducted on 14th August 2021. So let's move into that. ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ഒരു പാർട്ട് 6 വരെ ഓൾമോസ്റ്റ് കവർ ചെയ്തതാണ്. 33 questions നമ്മൾ അങ്ങനെ കവർ ചെയ്തു. അതിൽ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. വൺ ഓഫ് അവർ സ്റ്റുഡൻറ്റ് അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 30. ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് എന്ന് പറയുന്നത് കോഡ് B ആണ്. ഓക്കെ, ഇഫ് യുവർ പീപ്പിൾ ആർ ഹാവിങ് ക്വസ്റ്റ്യൻ പേപ്പർ, ജസ്റ്റ് ലുക്ക് ഇൻ ടു ഇറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ
30 പറഞ്ഞത് പ്ലേറ്റോ ഇൻ ടീച്ചിങ് ലേണിംഗ് കോണ്ടെക്സ്റ്റേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പ്ലാറ്റോ അതിൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോൾ പ്രോഗ്രാംഡ് ലോജിക് ഫോർ ഓട്ടോമേറ്റഡ് ടീച്ചിങ് ഓപ്പറേഷൻ എന്നുള്ളതാണ്. ഞാൻ ബൈ മിസ്റ്റേക്ക് പറഞ്ഞത് പ്രോഗ്രാംഡ് ലോജിക് ഫോർ ഓട്ടോമേറ്റഡ് ടീച്ചിങ് ഔട്ട്കം എന്നുള്ളതാണ്. അതൊരു ഔട്ട്കം അല്ല, അതൊരു പ്രോസസ്സാണ്. ടീച്ചിങ് ലേണിംഗ് കോണ്ടെക്സ്റ്റ് ഒരു പ്ലേറ്റോ എന്ന് പറയുന്നത് അതൊരു ഓപ്പറേഷനാണ്. പ്രോഗ്രാംഡ് ലോജിക് ഫോർ ഓട്ടോമേറ്റഡ് ടീച്ചിങ് ഓപ്പറേഷൻ അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അതിൻ്റെ ഇയർ കൂടെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോളൂ. ദാറ്റ് ഈസ് 1960 ആൻഡ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡൊണാൾഡ് എൽ. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യനും എനിക്ക് കറക്റ്റ് ചെയ്ത് തന്നതിന് ബിഗ് താങ്ക്സ് ടു മൈ സ്റ്റുഡൻറ്റ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് ചെക്ക് ഇൻ ടു പാർട്ട് 7 ഓഫ് ടുഡേസ് സീരീസ്. Now we are going to discuss question number 34. Question number 34 ഇങ്ങനെയാണ്: Who among us behaviorist? ഇതിൽ ബിഹേവിയറിസ്റ്റ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ഓപ്ഷൻ എ പൈഗറ്റ്, ഓപ്ഷൻ ബി ഗാഗ്നി, ഓപ്ഷൻ സി എഡ്വിൻ ദെർ ആൻഡ് ഓപ്ഷൻ ഡി ലെവ് വൈഗോട്സ്കി. ഓപ്ഷൻ എ പൈഗറ്റ്, ഓപ്ഷൻ ബി ഗാഗ്നി ആൻഡ് ഓപ്ഷൻ ഡി ലിവ് വൈഗോട്സ്കി. ഈ 3 പേഴ്സണാലിറ്റീസും വളരെ ഫേമസും അതുപോലെ തന്നെ നമ്മളുടെ BEd പോർഷൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടീംസാണ്. സോ ഈ 3 പേരെ പറ്റി മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. റോബർട്ട് ഗാഗ്നിയുടെ ഒരു തിയറി ഉണ്ട്, അതൊന്നും പഠിച്ചിരിക്കുന്നത് മസ്റ്റാണ്. അതുപോലെ തന്നെ പൈഗറ്റിൻ്റെ സ്റ്റേജസ് ഉണ്ട്, അതുപോലെ തന്നെ ലിവ് വൈഗോട്സ്കിയുടെ കുറേയധികം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഇതെല്ലാം ഞാൻ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് ഞാൻ സെലക്ട് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും നിങ്ങളെപ്പോഴും ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേലിസ്റ്റ് എന്തായാലും മസ്റ്റായിട്ട് കാണണം. അതിൽ നോട്ട്സ് നോട്ട് ഡൗൺ ചെയ്യണം. അങ്ങനെ നിങ്ങൾ ആ നോട്ട്സ് നോട്ട് ഡൗൺ ചെയ്ത് ആ വീഡിയോസ് കറക്റ്റായിട്ട് ഞാൻ പറയുന്ന പോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സീരീസൊക്കെ ഇപ്പോൾ ഞാൻ ഓൺഗോയിങ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസൊക്കെ അറ്റൻഡ് ചെയ്യാൻ വളരെയധികം ഈസി ആയിരിക്കും. ഓക്കെ, ഇത് മാം ഡിസ്കസ് ചെയ്തതാണ് ഈ ഒരു പോയിൻ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഇതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓപ്ഷൻ സി എഡ്വിൻ ഗുത്രി എന്നുള്ള ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കാരണം ഈ പൈഗറ്റ്, ഗാഗ്നി പിന്നെ ലിവ് വൈഗോട്സ്കി ഇവർ 3 പേരും ബിഹേവിയറിസ്റ്റ് അല്ല, ബിഹേവിയറിസ്റ്റ് തിയറീനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല. പൈഗറ്റ് എന്ന് പറയുമ്പോൾ ആൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റിനാണ്. അതുപോലെ റോബർട്ട് ഗാഗ്നി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കോഗ്നേറ്റീവ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ലേണിംഗ് തിയറിക്കാണ് ഏറ്റവും കൂടുതൽ റോബർട്ട് ഗാഗ്നി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൻഡ് ഇപ്പോൾ ലിവ് വൈഗോട്സ്കിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഒബ്സർവബിൾ സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷൻഷിപ്പാണ്. ഞാനിപ്പോൾ പറഞ്ഞ ഈ കുട്ടി പോയിൻറ്റ്സില്ലേ, അത് നിങ്ങൾ അതിൻ്റെ സൈഡിൽ തന്നെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നത് വളരെയധികം നിങ്ങൾക്ക് പഠിക്കുന്ന ടൈമിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. മേ ബി ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിൻറ്റ് നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാം. ഇപ്പോൾ പൈഗറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പൈഗറ്റ് ഉണ്ടാവും, റൈറ്റ് സൈഡിൽ ഒരു ഓപ്ഷനിൽ കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പൈഗറ്റ് എന്ന് പറയുമ്പോൾ തന്നെ കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് എന്നൊരു പോയിൻ്റ് ആണ്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിത് നോട്ട് ചെയ്ത് വെക്കാൻ പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 35. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ മൂഡിൽ, ഓപ്ഷൻ ബി ഗൂഗിൾ ക്ലാസ് റൂം, ഓപ്ഷൻ സി ബ്ലാക്ക് ബോർഡ് ലേൺ ആൻഡ് ഓപ്ഷൻ ഡി സോക്രേറ്റീവ്. So here the answer will be option D, that is Socrative. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ആൻസറിലേക്ക് എത്താം അല്ലേ? കാരണം മൂഡിൽ എന്നുള്ള ടേം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് ലേണിംഗ് റിലേറ്റഡ് എഡ്യൂക്കേഷൻ സെക്ഷനിലേക്ക് വരുന്ന ഒരു പോയിൻ്റാണ്. സോ ഈ ഒരു മൂഡിൽ എന്ന് പറയുന്ന പോയിൻറ്റും ഗൂഗിൾ ക്ലാസ് റൂം എന്നുള്ളതും ബ്ലാക്ക് ബോർഡ് ലേൺ എന്നുള്ളതും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആണ്. ഇത് 3ഉം ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാമെങ്കിൽ ഓഡ് വൺ ഔട്ടായിട്ട് നിൽക്കുന്ന ആരാണ്? സോക്രട്ടീവ്. സോ അതിനെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ദ പെർട്ടിക്കുലർ ആൻസർ. ഞാൻ നിങ്ങൾക്ക് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗ്രൂപ്പിംഗ് ടെക്നിക്കും എലിമിനേഷൻ ടെക്നിക്കും നിങ്ങൾ ഈ ഒരു കേരള സെറ്റിൻ്റെ എക്സാമിന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി തന്നെ നല്ല രീതിയിൽ എക്സാം ക്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. ഞാൻ മൂഡിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 36. വെബ് 3.0 ഈസ് ഓൾസോ നോൺ ആസ്.
Options are option A, symbolic web, option B, read write web, option C, read write execute, and option D, mobile web. ഈ വെബ് 3.0 എന്ന് പറയുന്ന ഇതിന് മറ്റൊരു പേര് എന്ന് പറയുന്നത് മൊബൈൽ വെബ് എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളൊരു പോയിൻ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോളൂ. ജസ്റ്റ് ഒരു കീ പോയിൻ്റ് ആയിട്ട് സൈഡിൽ എഴുതിയാൽ മതി. സെമാൻറ്റിക് വെബ് ഈസ് സംടൈംസ് നോൺ ആസ് വെബ് 3.0. ഇറ്റ് ഈസ് എ എക്സ്റ്റൻഷൻ ഓഫ് വേൾഡ് വൈഡ് വെബ് ത്രൂ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ബൈ വേൾഡ് വൈഡ് വെബ് കൺസോർട്ടിയം. The goal of semantic web is to make internet data machine readable. അത് ഒന്ന് മെഷീൻ റീഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെമാൻറ്റിക് വെബ് എന്നുള്ളത്. ഇപ്രാവശ്യത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളോട് ഇവിടെ സിംബോളിക് വെബ് ഓപ്ഷൻ എയിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ മൊബൈൽ വെബ് എല്ലാം മെൻഷൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് ദർ ഈസ് എ ചാൻസ്, ദർ ഈസ് എ പ്രോബബിലിറ്റി ആസ്കിങ് അബൌട്ട് സെമാൻറ്റിക് വെബ്. അതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സെമാൻറ്റിക് വെബിനെയും നമ്മൾ പല പ്രാവശ്യമായിട്ട് സംടൈംസ് നമ്മളതിങ്ങനെ പറയുന്നതാണ് വെബ് 3.0 എന്നുള്ളത്. അതൊരു എക്സ്റ്റൻഷനാണ്. എക്സ്റ്റൻഷൻ ഓഫ് വാട്ട്? എക്സ്റ്റൻഷൻ ഓഫ് വേൾഡ് വൈഡ് വെബ് ത്രൂ സ്റ്റാൻഡേർഡ് സെറ്റ് ബൈ വേൾഡ് വൈഡ് വെബ് കൺസോർട്ടിയം. വേൾഡ് വൈഡ് വെബിൻ്റെ ഒരു കൺസോർട്ടിയം ഉണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു സ്റ്റാൻഡേർഡ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു സെമാൻറ്റിക് വെബിനെ പറയുന്നത്. ഓക്കെ, ഈ ഒരു സെമാൻറ്റിക് വെബിൻ്റെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ടു മേക്ക് ദ ഇൻ്റർനെറ്റ് ഡേറ്റ മെഷീൻ റീഡബിൾ. മെഷീന് റീഡബിൾ ആവാനുള്ള ഒരു ഗോളാണ് ഈ സെമാൻറ്റിക് വെബിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. ഓക്കെ, ഐ ഹോപ്പ് ക്വസ്റ്റ്യൻ നമ്പർ 36 ഇസ് ഓൾ ക്ലിയർ ടു യു. സോ നൗ ഇനിയുള്ള 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഐ എം അവോയ്ഡിങ് റൈറ്റ് നൗ. കാരണം പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് അങ്ങനെ അധികം ഫ്രീക്വൻ്റ് ആയിട്ട് വരാറില്ല. ഞാൻ അതിന് ലെസ് ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ 2 ക്വസ്റ്റ്യനും സ്കിപ്പ് ചെയ്യുന്നത്. സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു ജംപ്ഡ് ഇൻ ടു ക്വസ്റ്റ്യൻ നമ്പർ 39, ഓർഡർ ഓഫ് ലേണിംഗ് സൈക്കിൾ. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് ഞാൻ വേറെ ഓപ്ഷൻസ് ഒന്നും തരുന്നില്ല. സ്ട്രെയിറ്റ് ടു ദ ആൻസർ. ഇതിൻ്റെ കറക്റ്റായിട്ട് ആൻസർ വരുന്നത് എൻഗേജ്മെൻറ്റ്, എക്സ്പ്ലോറേഷൻ, എക്സ്പ്ലനേഷൻ, എലാബറേഷൻ ആൻഡ് ഇവാലുവേഷൻ. ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ ഞാൻ സൈഡിൽ നിങ്ങൾക്കൊന്ന് കാണിക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലാസ്റ്റത്തെ പോയിൻ്റ് എന്താണെന്ന് നോക്കണം. ഇതുപോലെ 4-5 ടേംസ് തന്നിട്ട് ചിലപ്പോൾ ഓർഡർ ആക്കാൻ തരും. കറക്റ്റായിട്ടുള്ള ഓർഡർ പ്ലേസ് ചെയ്യാൻ പറയും. ഇവിടെയും നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓർഡർ തന്നെയാണ്. ആദ്യം ഓർഡർ ഓഫ് ലേണിംഗ് സൈക്കിൾ യൂസ്ഡ് ഇൻ ലെസൺ പ്ലാൻ. ലെസൺ പ്ലാനിൽ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ ഓർഡറാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ആദ്യം നിങ്ങൾ എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് അറിയൂ? ടുവേർഡ്സ് ദ എൻഡ്, ലാസ്റ്റ് എന്ന് വേണം നിങ്ങൾ ഒന്ന് നോക്കാൻ. ലാസ്റ്റ് ഇവാലുവേഷൻ ആണോ കിടക്കുന്നത് എന്നും നോക്കണം. അപ്പോൾ നോക്കുമ്പോൾ 4 ഓപ്ഷനിലും ഇവാലുവേഷൻ തന്നെയാണ്. ഓക്കെ, സോ അതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ ബാക്കി കാര്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ, ചെക്ക് ചെയ്യാനായിട്ട്. സോ ഇവിടെ ഞാൻ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പാറ്റേൺ ഞാൻ വായിക്കാം. എൻഗേജ്മെൻറ്റ്, എക്സ്പ്ലോറേഷൻ, എക്സ്പ്ലനേഷൻ, ഇലാബറേഷൻ ആൻഡ് ഇവാലുവേഷൻ. സോ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം, ഒരു എൻഗേജ്മെൻറ്റിന് നിങ്ങൾ പോയി. ആ ഒരു എൻഗേജ്മെൻറ്റ് അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്തു. എന്നിട്ട് നമ്മളുടെ ഫ്രണ്ട്സിനെ കണ്ടു. ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. എങ്ങനെയായിരുന്നു ആ എൻഗേജ്മെൻറ്റ്, എങ്ങനെ നിങ്ങൾ ആ ഒരു എൻഗേജ്മെൻറ്റിനെ എക്സ്പ്ലോർ ചെയ്തു എന്നൊക്കെ ഉള്ള പോയിൻ്റ് നിങ്ങൾ ഫ്രണ്ട്സിന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ മലയാളീസ് ആയതുകൊണ്ട് കുറച്ച് നല്ല രീതിയിൽ നല്ല ഗ്രാൻഡായിട്ട് തന്നെ അങ്ങ് എലാബറേറ്റ് ചെയ്ത് കൊടുത്തു. കുറച്ച് ഗ്യാസൊക്കെ കുത്തിക്കയറ്റി നിങ്ങൾ നല്ല രീതിയിൽ എലാബറേറ്റ് ചെയ്തു. അപ്പോൾ ഫ്രണ്ട്സ് അവരുടേതായ രീതിയിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്തു. സോ ഇതിപ്പോൾ ഒരു സ്റ്റോറി പോലെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഈ ഒരു ലെസൺ പ്ലാൻ്റെ ലേണിംഗ് സൈക്കിൾ മറക്കാൻ പറ്റില്ലല്ലോ. ഇനി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഓർത്തെടുക്കാൻ പറ്റില്ലേ? നിങ്ങളൊരു എൻഗേജ്മെൻറ്റിന് പോയി. ക്രിസ്ത്യൻസിനാണ് എൻഗേജ്മെൻറ്റ്, വിവാഹ നിശ്ചയം, മോതിരമാറ്റം എന്നൊക്കെ പറയില്ലേ. ക്രിസ്ത്യൻസിന് ഞങ്ങൾക്ക് അതൊരു എൻഗേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്, ബിദ്രോതൽ. സോ ഒരു എൻഗേജ്മെൻറ്റിന് പോയി, അവിടെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ അത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു, ഇലാബറേറ്റ് ചെയ്തു കൊടുത്തു. ആൻഡ് ഫ്രണ്ട്സ് അതിനെ ഇവാലുവേറ്റ് ചെയ്തു. സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. So with this note I am concluding right now. Let's see in the next video.
ഇന്ന് തന്നെ ഞാൻ ബാക്കിയുള്ള 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്തേക്കാം. സോ വിത്ത് ദിസ് നോട്ട് വി ആർ കൺക്ലൂഡിങ് റൈറ്റ് നൗ. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റഡി വെൽ. സോ പറഞ്ഞത് മറക്കണ്ട, കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ എല്ലാ ദിവസവും ഓരോ പ്ലേലിസ്റ്റ് വീതം കണ്ടു തുടങ്ങിക്കോ. നിങ്ങൾക്ക് 15 ഡേയ്സ് കൊണ്ട് സുഖമായി തന്നെ കേരള സെറ്റ് 2022 നിങ്ങൾക്ക് ക്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് എൻ്റെ വാക്ക്. ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. താങ്ക് യു.